ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ഷാസ് ഗാർഡൻ. ഇപ്പോൾ ഒരു മഴയൊക്കെ തോർന്നു കഴിഞ്ഞാൽ ഇവന്മാരിങ്ങനെ ഇറങ്ങി വരും കേട്ടോ. അവരുടെ ഭക്ഷണം തേടി വരുന്നതാണ്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇവന്മാരെ കാണുക എന്ന് പറയുന്നത് തന്നെ അപൂർവമായിട്ടായിരുന്നു. ഒന്നോ രണ്ടോ എണ്ണം വർഷത്തിൽ കണ്ടെങ്കിലായി. അന്നൊക്കെ മയിൽപ്പീലി കാണുക എന്ന് പറയുന്നതും ഒക്കെ ഭയങ്കര കൗതുകമുള്ള കാര്യമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയൊന്നല്ല. ഇപ്പം ധാരാളമായിട്ട് എൻ്റെയൊക്കെ വീടിൻ്റെ പരിസരത്ത് ഇവന്മാരെ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട് കേട്ടോ. മയിലിനെ ധാരാളമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ആ പ്രദേശത്ത് അധികം വൈകാതെ തന്നെ വരൾച്ച വരും എന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും മയിൽപ്പീലി കാണുന്നത് നമ്മൾക്ക് എപ്പോഴും ഒരു കൗതുകം തന്നെയാണ് അല്ലേ. മയിൽപ്പീലിയുടെ വ്യത്യസ്ത വർണ്ണങ്ങൾക്ക് കാരണം ബാർബ്യൂൾസ് എന്ന സൂക്ഷ്മ കണികകളാണത്രേ. 1963 മയിലിനെ നമ്മുടെ ദേശീയ പക്ഷിയായിട്ട് പ്രഖ്യാപിച്ചത്. കേരളത്തിൽ ഒരു മയിൽ സംരക്ഷണ കേന്ദ്രമുണ്ട്. അത് നമ്മുടെ സ്വന്തം ജില്ലയായ പാലക്കാട് ജില്ലയിലെ ചൂലന്നൂരിലാണ്. ഇനി പറഞ്ഞു വരുന്നതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടെ പറയാട്ടോ. നമ്മുടെ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഞാൻ എൻ്റെ ഗാർഡനിൽ വൈകുന്നേരമാണ് കേട്ടോ ഇതുപോലെയുള്ള പണികളൊക്കെ എടുക്കാറ്. പക്ഷേ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് രാവിലെയാണെന്ന് മാത്രം. എൻ്റെ മെയിൻ ടൂൾ എന്ന് പറയുന്നത് തേപ്പുകാരുടെ ചട്ടുകാണ്. അതുപോലെ ഒരു ഫിഷ് കത്രിയും. ഇതുകൊണ്ട് ഫിഷിനല്ലാത്ത എല്ലാതും ഞാൻ കട്ട് ചെയ്യും ഈ കത്രിക കൊണ്ട്. അതുപോലെ ചട്ടുകം കൊണ്ട് തേക്കലല്ലാത്ത ബാക്കി എല്ലാ പണികളും ഞാൻ എടുക്കും. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ചെടിയിലെ ഇലകളും കേടുവന്ന ഇലകളൊക്കെ കട്ട് ചെയ്ത് മണ്ണൊക്കെ ഇട്ട് വളവും ചാണകമൊക്കെ ഇട്ട് മുറ്റൊക്കെ ക്ലീനാക്കി കഴിഞ്ഞപ്പോൾ എൻ്റെ ഇന്നത്തെ പണികൾ കഴിഞ്ഞു.